മക്കളെ, നമ്മൾ മെത്തേഡ്സുകൾ പഠിച്ചില്ലേ? മെത്തേഡ്സ് ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതാണ്. മെത്തേഡ്സ് ഏതൊക്കെ മെത്തേഡ്സാണ്? നമ്പർ 1 ഏതാ? ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ്, യൂണിറ്റ് കോസ്റ്റിംഗ്. എല്ലാം ആയില്ലേ? 7 ഉണ്ട്. ഒരെണ്ണം ഏതാണ്? ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആൻഡ് വേണ്ടല്ലോ. മെത്തേഡ്സുകൾ ഇതുള്ളൂ. അപ്പോൾ ഇവരുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്ക്, ഹൗ ടു കാൽക്കുലേറ്റ് കോസ്റ്റ്. അതിനൊരു സാധനം ഉണ്ടാക്കും. അതിൻ്റെ പേര് കോസ്റ്റ് ഷീറ്റ് എന്നാണ്. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് എന്ത് കണ്ടെത്തുക? കോസ്റ്റ് കണ്ടെത്തുക. അത് ജോബ് കോസ്റ്റിങ്ങിൽ ഏതാണ്? കോസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുക. ബാച്ചിലും ഏതാ പ്രിപ്പയർ ചെയ്യുക? കോസ്റ്റ് ഷീറ്റ്. അവിടെ ഓപ്പറേറ്റിങ്ങിൽ ഏതാണ്? കോസ്റ്റ് ഷീറ്റ്. യൂണിറ്റിലും ഏതാണ്? കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ കോൺട്രാക്റ്റിൽ ഉണ്ടാക്കുന്ന കോസ്റ്റ് ഷീറ്റ് എല്ലാം മനസ്സിലായില്ലേ? ഇതൊക്കെ എവിടെയാണ്? കോസ്റ്റ് ഷീറ്റാണ്. ഓക്കെ. കോൺട്രാക്റ്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വേറൊരു അക്കൗണ്ടാണ്. അക്കൗണ്ടിൻ്റെ പേര് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കാണുക? കോസ്റ്റ് കാണുക. എന്നിട്ട് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യണം നമ്മുടെ പർപ്പസ്. ഓക്കെ. പിന്നെ കോസ്റ്റ് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞില്ലേ? മാർജിനൽ സ്റ്റാൻഡേർഡ് ബഡ്ജറ്റിംഗ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ആദ്യം എന്തറിയണം? കോസ്റ്റ് അറിയണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ? കോസ്റ്റ് അസർടൈൻമെൻ്റ് ആണ്. ദെൻ ആഫ്റ്റർ വി ക്യാൻ ഗോ ത്രൂ ദ കൺട്രോൾ ആൻഡ് റിഡക്ഷൻ ഓഫ് കോസ്റ്റ് യൂസിങ് ഡിഫറെൻറ്റ് ടെക്നിക് ലൈക്ക് മാർജിനൽ സ്റ്റാൻഡേർഡ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. പ്രോസസ്സിൽ നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കും. അക്കൗണ്ടിൻ്റെ പേര് പ്രോസസ് അക്കൗണ്ട്. കഴിഞ്ഞു. ശരിക്കും നമുക്ക് കോസ്റ്റിൽ പഠിക്കാനുള്ള മെത്തേഡിന് ഏതുള്ളൂ? 2 ഉള്ളൂ. എന്നതാ? കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കണം, പിന്നെ ഏതുണ്ടാക്കണം? കോൺട്രാക്റ്റ് അക്കൗണ്ട് ഉണ്ടാക്കണം, പിന്നെ ഏതാണ്? പ്രോസസ്. കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കിയാൽ ഏതൊക്കെയാണ്? അപ്പോൾ ജോബ് ആണെങ്കിൽ ഏത്? നമുക്ക് അതിനെന്ത് വിളിക്കാം? ജോബ് കോസ്റ്റ് ഷീറ്റ് എന്ന് വിളിക്കാം. ബാച്ച് ആണെങ്കിൽ എന്താ? ബാച്ച് കോസ്റ്റ് ഷീറ്റ് എന്ന് വിളിക്കാം. പിന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് എന്ന് വിളിക്കാം. യൂണിറ്റ് കോസ്റ്റ് ഷീറ്റ് എന്ന് വിളിക്കാം. ക്ലിയർ? സെറ്റല്ലേ? അപ്പം ഇനി കോസ്റ്റ് ഷീറ്റ് പഠിക്കല്ലേ? അപ്പോൾ ഇത് നോട്ട് നമ്പർ ഏതാണ്? നമ്മുടെ 6 ആണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. നമുക്കൊക്കെ അറിയുന്നതാണ് എന്ത്? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഏതാ? ഡയറക്റ്റ് ലേബർ പ്ലസ് ഏതാ? ഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു ഓവർ ഹെഡ്. രണ്ടും കൂടെ കൂട്ടിയാൽ ടോട്ടൽ കോസ്റ്റ്. റിപ്പീറ്റ് ചെയ്യണമല്ലോ. അടുത്ത് ഓവർ ഹെഡ് എന്താ? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓവർ ഹെഡിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള ഓവർ ഹെഡ് എന്നാണ്. ഏതാ? ഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ളത്. മറ്റൊന്ന് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഫാക്ടറിനെ നമ്മൾ മറ്റു പേരുകൾ പറയുന്നു. എന്തൊക്കെയാണ്? മാനുഫാക്ചറിങ് ഓവർ ഹെഡ്, ഫാക്ടറി ഓവർ ഹെഡ്, അല്ലെങ്കിൽ ഒരെണ്ണം കൂടി പറയും പ്രൊഡക്ഷൻ ഓവർ ഹെഡ്. ഏതാണ്? പ്രൊഡക്ഷൻ ഓവർ ഹെഡ്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? എന്തിനാ ഇതൊക്കെ? എന്താ? ഇതൊക്കെ ഫാക്ടറിയിൽ വരുന്ന ചിലവുകളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഏതാ? ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഏതാ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇതാണ് ഏത്? ഓവർ ഹെഡ്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടറി ഓവർ ഹെഡ് പറയുമ്പോൾ എന്താ? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. എവിടെ വരുന്ന ഇൻഡയറക്റ്റ് മെറ്റീരിയൽ? ഫാക്ടറിയിൽ വരുന്നത്. എവിടെ വരുന്ന ഇൻഡയറക്റ്റ് ലേബർ? ഫാക്ടറിയിൽ. എവിടെ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസ്? ഫാക്ടറിയിൽ. ഫോർ എക്സാമ്പിൾ, ഫാക്ടറിയിലെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഏതാ? ഫാക്ടറിയിൽ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ക്ലീനിങ് ഇക്വിപ്മെൻറ്റ്സ് മെറ്റീരിയൽ അല്ലേ? ദിസ് ഈസ് എ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഇൻ എവിടെയാണ്? ഫാക്ടറി ഓവർ ഹെഡ്. ഇതേപോലെ അപ്പുറത്ത് ഓഫീസ് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇതിലൊക്കെ ഉണ്ട് കേട്ടോ. മനസ്സിലായില്ലേ? ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, പിന്നെ ഇൻഡയറക്റ്റ് ലേബർ, പിന്നെ ഇൻഡയറക്റ്റ് ഏതാ? എക്സ്പെൻസ്. എല്ലായിടത്തും അങ്ങനെ വരും. ഓക്കെ. അപ്പോൾ ഓഫീസ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അത് ഏത് ഓവർ ഹെഡ് ആയിട്ട് വരും? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റില്ലേ, അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഏതെന്ന് പറയും? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഫോർ എക്സാമ്പിൾ, അടുത്ത് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി. എവിടെ ഉപയോഗിക്കാം? ഓഫീസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതേതാ?
ഓഫീസ് ഓവർ ഹെഡ്. ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്, അപ്പോൾ അത് ഓവർ ഹെഡാണ്. അത് എവിടെ വരുന്നതാ? ഓഫീസിൽ. അപ്പോൾ എവിടെ പറയും? ഓഫീസ് ഓവർ ഹെഡ്. അടുത്തത് പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറി ഫാക്ടറിയിൽ ഉണ്ടാവുമോ? ഉണ്ടാവും. ഫാക്ടറിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ലാപ്ടോപ്പും പ്രിൻ്ററൊക്കെ ഉണ്ടാവും. അപ്പോൾ എവിടെ വരും? ഫാക്ടറി ഓവർഹെഡായിട്ട് വരും. അതേപോലെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് കുറേ പേപ്പർ വർക്കുകളൊക്കെ അല്ലേ, അപ്പോൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ വരില്ലേ? പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറി. അപ്പോൾ അത് എവിടെ വരും? സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ അല്ലേ? പ്രൊഡക്ഷൻ മാനേജറുടെ സാലറി ഇൻഡയറക്റ്റ് ലേബറാണ്, എല്ലാവർക്കും അറിയുന്നല്ലേ? എവിടെ വരും? ഫാക്ടറി ഓവർഹെഡിൽ. ക്ലിയർ? അതേപോലെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിൻ്റെ സാലറി എവിടെ വരും? ഇൻഡയറക്റ്റ് ലേബറാണ്. എവിടെ വരും? ഇൻഡയറക്റ്റ് അല്ലാത്തൊരു സാധനം എന്തിൽ വരില്ല? ഓവർഹെഡിൽ വരില്ല. അതൊക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി എവിടെ ഇൻക്വയറി ചെയ്യുന്ന അതിനനുസരിച്ച് മാറും. സെയിൽസ്മാൻ്റെ സാലറി എവിടെ വരും? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഡിപ്രീസിയേഷൻ ഓഫ് മിഷനറി എവിടെ വരും? ഫാക്ടറി. മിഷനറി ഉപയോഗിക്കുക ഫാക്ടറി അല്ലേ? ഡിപ്രീസിയേഷൻ ഓഫ് ഓഫീസ് കമ്പ്യൂട്ടർ. ഡിപ്രീസിയേഷൻ എന്താ? ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്. എവിടെ വരും എന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ മാറും. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെയിൽസ് വെഹിക്കിളില്ലേ, ഡെലിവറി വാൻ, അതിൻ്റെ ഡിപ്രീസിയേഷൻ എവിടെയാ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സാധനം കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ. ലേബറായി എക്സ്പെൻസായി. റെൻറ്റ് ഫാക്ടറിയിൽ, ഫാക്ടറിയുടെ റെൻ്റ് ആണെങ്കിലാണ് ഫാക്ടറിയിൽ, ഓഫീസിൻ്റെ റെൻ്റ് ആണെങ്കിൽ ഓഫീസിൽ, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻ്റ് ആണെങ്കിൽ. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. പവർ, എവിടുത്തെ പവറാണോ അവിടുത്തെ ഓവർഹെഡ് ആയിട്ട് വരും. നമ്മളിപ്പോൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. ഓവർഹെഡിനെ 3 ക്ലാസിഫൈ ചെയ്ത്. ഏതൊക്കെ പറഞ്ഞ്? ഫാക്ടറി ഓവർഹെഡ്, പിന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ വെച്ച് നമുക്ക് കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് പഠിക്കാം. പഠിച്ചൂടെ? ഓക്കെ. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ്. നിങ്ങൾക്ക് അറിയുന്നതല്ലോ ഓൾറെഡി, ഇതുവരെയുള്ളത് പഠിച്ചില്ലേ? അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഒരു പെന്നിൻ്റെ എക്സാമ്പിളാണ്. ഒരു പെന്ന് അല്ലെങ്കിൽ ഒരു മാർക്കർ, അതിന് മെറ്റീരിയൽ എത്ര രൂപ വരും? 5 രൂപ. ലേബർ എത്ര വരും? 3 രൂപ. ഡയറക്റ്റ് എക്സ്പെൻസ് എത്ര വരും? 2 രൂപ. അപ്പോൾ ടോട്ടൽ പ്രൈം കോസ്റ്റ് എത്ര വന്നു? 10 രൂപ. സിമ്പിൾ അല്ലേ? ഇതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? 3 ഓവർഹെഡില്ലേ, അതിനെ വേറെ വേറെ ആഡ് ചെയ്യാം. ആഡ് ഏതാണ്? ഫാക്ടറി ഓവർഹെഡ്. മറ്റു പേരുകൾ എന്താ? പ്രൊഡക്ഷൻ ഓവർഹെഡ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓവർഹെഡ്. അതും കൂടെ എഴുതുക. അങ്ങനെ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്താൽ കിട്ടുന്നതിൻ്റെ പേര് വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് എന്നും പറയും. ശ്രദ്ധിക്കണടാ, ഇത് ഫാക്ടറി എന്താണ്? ഓവർ ഹെഡാണ്. ഇതേതാ? ഫാക്ടറി കോസ്റ്റ് ആണ്. കാണല്ല. ഇതല്ലേ? കുഴപ്പമില്ല, അത്ര മതി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫാക്ടറി കോസ്റ്റ് കേട്ടാൽ മതി, കാണണമെന്നില്ല. ചെറിയ സാധനങ്ങളല്ലേ, എമൗണ്ട് തീരെ കാണാനല്ല. ഓക്കെ അല്ലേ? കുഴപ്പമില്ല, ഇമാജിനറി നമ്പർ ഇട്ടാൽ മതി. അപ്പോൾ വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഏതാണ് അതിൻ്റെ മറ്റൊരു പേര്? ഏതാ? ഫാക്ടറി കോസ്റ്റ്. പഠിച്ചില്ലേ ഇതുവരെ? പഠിച്ചോക്ക്. ഏതാ? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ് ഈസ് ഈക്വൽ ടു ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ്. ഇനി അടുത്ത ഓവർഹെഡ് ഏതാ ആഡ് ചെയ്യുള്ളത്? നിങ്ങൾക്ക് അറിയാലോ, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ് ഒരു 3 രൂപ. അപ്പോൾ വർക്ക് കോസ്റ്റ് എത്ര വരും? 13. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ 2 രൂപ. അപ്പോൾ എത്ര വരും? 15. ഇതിൻ്റെ പേരാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ക്ലിയർ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. ഇപ്പോൾ സാധനം എന്തായി? പ്രൊഡക്ഷൻ ആയി. ഇനി ഇത് വിൽക്കുമ്പോൾ വരുന്ന ചിലവുകളും കൂടെ വേണ്ടേ? അപ്പോഴല്ലേ അതിൻ്റെ കറക്റ്റ് കോസ്റ്റ് ആവുള്ളൂ. ഇപ്പം ഞാൻ പോയിട്ട് എന്ത് ചെയ്യാണ്? ഒരു സോപ്പ് മേടിക്കുകയെന്ന് വിചാരിക്കുക. ഈ സോപ്പിൽ ആ സോപ്പ് ആ കടയിൽ വരെ എത്താനുള്ള വരെയുള്ള ചിലവുകൾ ഉണ്ടാവില്ലേ? അങ്ങനെയല്ലേ പ്രൈസ് ഫിക്സ് ചെയ്യണ്ടേ? ആ രീതിയിലായിരിക്കണം ആരും ഫിക്സ് ചെയ്യേണ്ടത്? അവർ ഫിക്സ് ചെയ്യേണ്ട. ആ കോസ്റ്റും കൂടെ കവർ ചെയ്യണം. ഓക്കെ ആണോ? യെസ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 15 ആഡ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഒരു 5 രൂപ ആഡ് ചെയ്യുന്നു. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ആരെ വിളിച്ചു? ഷാറുഖ് ഖാനെ വിളിച്ചു. അപ്പോൾ അയാൾക്ക് കൊടുത്ത പൈസ അല്ലേ? അത് ഏത് പൈസയാ? മെറ്റീരിയൽ ലേബർ ഓവർഹെഡ്, മെറ്റീരിയൽ ലേബർ എക്സ്പെൻസ്. ഇതിലേതാ വരാം?
എക്സ്പെൻസ്. മെറ്റീരിയലും ലേബറും അല്ലോ ഏതാ എക്സ്പെൻസ്. ആ എക്സ്പെൻസിൽ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? ഇൻഡയറക്റ്റ്. അപ്പം ഇൻഡയറക്റ്റും പ്രൊഡക്റ്റിൻ്റെ മുകളിൽ വരും, പക്ഷെ ഈസിലി അല്ല എന്നുള്ളൂ. നമ്മൾ ചെറുപ്പത്തിൽ ഉമ്മൊക്കെ പറയുന്നത് നല്ല അഡ്വർടൈസ്മെൻ്റ് ഉള്ള സാധനം മേടിക്കണ്ട, അതിന് നല്ല പൈസ വന്നു. അവരിപ്പോൾ എന്തെങ്കിലും ലോജിക്ക് അറിഞ്ഞിട്ടാണോ പറയുന്നത്? സത്യത്തിൽ ലോജിക്കലല്ലേ ആണെന്നും പറയാം അല്ല എന്നും പറയാം. വൈ? ചില കമ്പനികൾ ചെറിയ രീതിയിൽ മാത്രം അഡ്വർടൈസ്മെൻറ്റ് ചെയ്യും, എന്നിട്ട് അവരുടെ വിൽപ്പന എന്തായിരിക്കും? കുറവായിരിക്കും. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യും? ഹൈലി എമൗണ്ട് എന്ത് ചെയ്യും? അഡ്വർടൈസ്മെൻറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ സെയിൽ പറ്റും. ഇഷ്ടം പോലെ സെയിൽസ് പറ്റുമ്പോൾ ഒരു യൂണിറ്റിൻ്റെ മുകളിലുള്ള ഫിക്സ്ഡ് കോസ്റ്റ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? സത്യമായിട്ടും ക്ലിയർ ആണോ? എക്സാമ്പിൾ പറയട്ടെ എന്നാ പറയാം. അടിപൊളി സാധനം. എ ലിമിറ്റഡ് ഉണ്ട്, പിന്നെ അതുപോലെ ഉണ്ട് ബി ലിമിറ്റഡ് ഉണ്ട്. സിമ്പിളായിട്ടൊരു സാധനം കേട്ടോ. 2 കമ്പനികൾ അവരുടെ അഡ്വർടൈസ്മെൻറ്റ്. എ അഡ്വർടൈസ് ചെയ്ത് ഫഹദ് ഫാസിലിനെ വെച്ചിട്ട് അഡ്വർടൈസ്മെൻറ്റ് നടത്തി. ഫഹദ് ഫാസിലിന് 20 ലക്ഷം കൊടുത്തു. ഓക്കെ അല്ലേ? മറ്റ് ബി ആരെ വിളിച്ച്? ഷാറുഖ് ഖാനെ വിളിച്ച്. ഓക്കെ അല്ലേ? എത്ര കൊടുത്ത്? 1 കോടി കൊടുത്ത്. ഓക്കെ അല്ലേ? ഇതൊന്നും വെറുതെ പറയുന്നതല്ല കേട്ടോ. ഓക്കെ. ഇപ്പം അടുത്ത് ഒരാൾ, ഒരു ഫേമസ് ആയിട്ടുള്ള ആളുടെ ഒരു ദിവസത്തെ ഷൂട്ടിന് അയാൾ മേടിച്ച 35 ലക്ഷം റുപ്യ. സിനിമാ നടനല്ല കേട്ടോ, പാട്ടുകാരനാണ്. എത്രയാണ്? 35 ലക്ഷം റുപ്യ ഒരു ദിവസത്തെ. ഓക്കെ, വിൽ ഡിസ്കസ് ലേറ്റർ. അപ്പോൾ 20 ലക്ഷമാണ് എന്ത്? അഡ്വർടൈസ്മെൻറ്റ്. മറ്റേ എത്രയാണ്? 100 ലക്ഷം. ക്ലിയർ ആണോ? ഇതിൽ ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റിനാവും വില കൂടുതൽ? ബിക്ക്. ഓക്കെ അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല, പൊട്ടത്തരാം. ഫോർ എക്സാമ്പിൾ, ഈ 20 ലക്ഷം അഡ്വർടൈസ്മെൻറ്റ് ഫഹദ് ഫാസിലിനെ കൊണ്ട് ചെയ്തപ്പോൾ എ എന്നുള്ള കമ്പനിയുടെ അവരെത്ര യൂണിറ്റ് ഉണ്ടാക്കിയെന്നറിയോ? 1 ലക്ഷം. ഓക്കെ അല്ലേ? അപ്പോൾ ഒരെണ്ണത്തിന് വരുന്ന അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് എത്രയാണ്? 20 ലക്ഷം ഡിവൈഡ് ബൈ 1 ലക്ഷം. എത്ര വരും? 20 ലാക്സ് അല്ലേ? 20 റുപ്യ വരും. ഡിവൈഡഡ് ബൈ 1 ലക്ഷം അല്ലേ മക്കളെ? അല്ലേ? എത്ര രൂപ വരും? ₹20 പെർ യൂണിറ്റ്. ക്ലിയർ അല്ലേ? ഷാറൂഖിനെ വിളിച്ചില്ലേ? അപ്പം ഉണ്ടായത് എത്ര അറിയോ? 20 ലക്ഷം സെയിൽസ് ഉണ്ടായത്. അപ്പോൾ 100 ലക്ഷം ഡിവൈഡ് ബൈ 20 ലക്ഷം എത്ര വരും? 5 റുപ്പീസ്. എത്ര വരാ? 5. അപ്പോൾ ഏത് പ്രൊഡക്റ്റിനാണ് വില കൂടുക? മനസ്സിലായില്ലടാ? യൂണിറ്റ് നല്ല കൂടിയില്ലേ? അപ്പോൾ അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കൂടിയുകൊണ്ട് ആ പ്രൊഡക്റ്റിന് നല്ല വാല്യൂ ഉണ്ടെന്ന് പറയുന്നതിൽ അർത്ഥം ഇല്ല. ഉണ്ടാവാം, ഉണ്ടാവാതെ ഇരിക്കാം. ഓക്കെ അല്ലേ? എന്തായാലും ഉറപ്പാണ് ഷാറുഖ് ഖാൻ്റെ പൈസയും കൂടെ എന്തുണ്ടാവും? ആ പ്രൊഡക്റ്റിലുണ്ടാവും, അത് സംശയമില്ല. പക്ഷെ കുറേ യൂണിറ്റ് ആണെങ്കിൽ ഒരാൾക്ക് എത്ര രൂപ മേടിക്കുന്ന ഒരാൾക്ക് എത്ര രൂപ കൊടുത്താൽ മതി? ആ വകയിൽ 5 റുപ്യ. മറ്റേ എത്ര റുപ്യ കൊടുക്കണം? 20. ക്ലിയർ? യെസ്, സൂപ്പർ സാധനമാണ്. എന്തായാലും സെല്ലിംഗ് കോസ്റ്റ് ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടി? കോസ്റ്റ് കിട്ടി. ടോട്ടൽ കോസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ 15ൻ്റെ കൂടെ 5 ആഡ് ചെയ്താൽ എത്ര വരും? 20 വരും. ഓക്കെ അല്ലേ? എത്ര വരും? 20. ഇതിൻ്റെ കൂടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഒരു 10 രൂപ ആഡ് ചെയ്തിട്ട് സെല്ലിംഗ് പ്രൈസ് എത്ര ആക്കും? 30 ആക്കും. ഇങ്ങനെയാണ് ഒരു മാർക്കറിൻ്റെ പ്രൈസ് മേ ബി ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? ക്ലിയർ? അതൊന്നും പഠിക്കാം. ഇങ്ങനെ കോസ്റ്റ് ഷീറ്റിൻ്റെ സിമ്പിൾ ഫോർമാറ്റാണ്. ഇത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നെ ഇതിനെ ഇനി ഒന്നും കൂടെ എന്ത് ചെയ്യും? മോഡിഫൈ ചെയ്തിട്ട് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്തിട്ട് ഒരു കോസ്റ്റ് ഷീറ്റും കൂടെ പഠിക്കാം. അത്രേ നമുക്ക് പ്രോബ്ലം ആയിട്ട് പഠിക്കാനുള്ളൂ. ഇതിൻ്റെ പ്രോബ്ലം പിന്നെ ചെയ്യാം. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം റെൻ്റ് ഓഫ് ഓഫീസ് ഏതാ വരിക? ഓഫീസ് ഓവർ ഹെഡ്. സൂപ്പർവൈസർ സാലറി എവിടെ? സൂപ്പർവൈസർ ഉണ്ടാവുക ഫാക്ടറിയിൽ. അപ്പോൾ എവിടെ വരിക? ഫാക്ടറി ഓവർ ഹെഡ്. ക്ലിയർ അല്ലേ? ഡെലിവറി വാൻ സാലറി എവിടെ വരിക? ഡെലിവറി എവിടെയാണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അഡ്വർടൈസ്മെൻറ്റ് എവിടെ വരിക? മനസ്സിലായ? ഓക്കെ. ഡിപ്രീസിയേഷൻ ഓഫ് മിഷനറി, ഡിപ്രീസിയേഷൻ ഓഫ് ഫാക്ടറി ബിൽഡിംഗ്, ഡിപ്രീസിയേഷൻ ഓഫ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബിൽഡിംഗ്. അത്രേ ഉള്ളൂ. പഠിച്ചേ പറയും. ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് ആഡ് ഫാക്ടറി ഓവർ ഹെഡ് ഈസ് ഈക്വൽ ടു വർക്ക് കോസ്റ്റ് ഓർ ഫാക്ടറി കോസ്റ്റ്. ആഡ്
ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് ആഡ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള എന്താ ഒരു കോസ്റ്റ് ഷീറ്റ്. ഓക്കെ, ക്ലിയർ? ഇത് ഇന്നലെ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ?